കാടമുട്ട. ഇന്ന് കുറച്ച് വെയിലുണ്ട്. മറ്റേ നമ്മളെ ജീവിക്ക് വെയിൽ കിട്ടലേ ഇല്ല. ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഫുഡും എല്ലാം ഉണ്ടാവട്ടെ. അതായത് ഇതിൽ പപ്പ മമ്മ അല്ല അവരൊക്കെ കഴിച്ചാണെങ്കിലും പ്രസവിക്കുക. ഇത് കുടിക്കേണ്ട ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഇത് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അവരോട് എപ്പോഴും പറയും. ഞാൻ എപ്പോഴും നിങ്ങളൊക്കെ എത്ര ആർത്തി പണ്ടാറങ്ങളെ വിചാരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. നോ, അത്ര എനർജി ഉണ്ടാവുള്ളൂ. കാരണം രാവിലെയാണ്. മാത്രമല്ല ബേബി ഇന്നലെ ഉറങ്ങാനേ അയച്ചിട്ടില്ല. ഒരു 3 മണി വരെയൊക്കെ ഞാനും എടുത്ത് നടന്നു. പിന്നെ ഞാനും നല്ല ഉറങ്ങിട്ടോ. എന്തേ 3 മണി 2 ഇനിയും പോരാണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇന്നലെ ഉറങ്ങാൻ അയച്ചിട്ടില്ല. അന്നെയും തന്നെ. ഓക്കെ, ഞാൻ നോക്കിയിട്ടേ ഇല്ലല്ലോ. ഓക്കെ, ശരി. സോ ഓക്കെ, ശരി. സോ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അതായത് ഇവിടെ നമ്മൾ മോംസ് ഹബ്ബിൽ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളതാണ് കേട്ടോ. ഒരു ദിവസം മോംസ് ഹബ്ബിൽ ജുബി കഴിക്കുന്ന ഫുഡുകൾ, ഇവിടുത്തെ ഫുഡ് മാത്രമാണ് ഇപ്പോൾ ജുബി കഴിക്കുന്നത്. സോ ഇന്ന് ജുബി എന്തൊക്കെയാണ് കഴിക്കുന്നത് നമുക്ക് നോക്കാം. രാവിലെ 7 മണിയായിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് കൃത്യം 7 മണിക്ക് ഒരു എന്താണ് സാധനം? കാടമുട്ട. കോയും കാടി രണ്ടല്ലേ? ഈ രാവിലെ തന്നെ അടി ഉണ്ടാക്കല്ലേ? എനിക്കാണെങ്കിൽ ഒന്നും ജീവൻ വെച്ച് വരുന്നു. എനിക്ക് പഴം കൊണ്ടുവരുത്തുണ്ട്, പിന്നെ സാധാ കോഴിമുട്ട കൊണ്ടുവരുത്തുണ്ട്. പക്ഷെ രണ്ടും എനിക്ക് പറ്റണില്ല. അപ്പോൾ കാടമുട്ട ആക്കി. ഓക്കെ, പിന്നെ ഹോർലിക്സ്. ഇതാണ് രാവിലെ 7 മണിക്ക്, അതായത് ഒരു 6:30 to 7 മണിക്കുള്ളിൽ സാധനം കൊണ്ടുവന്ന് തരും. അതൊക്കെ നമുക്ക് ഓരോ ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ടൈമിങ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കാണിക്കാം. ഇപ്പൊ ഇത് കുടിക്ക്. ഓക്കെ, അപ്പോൾ രാവിലെ ഹോർലിക്സും കാടമുട്ടയും. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി വരെയുള്ള എല്ലാ ഫുഡുകളും നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, രാവിലെ തന്നെ വെയിൽ കൊള്ളിപ്പിക്കാട്ടോ പപ്പ. ഇവിടെ ജീവനെ ഇന്ന് കുറച്ച് വെയിലുണ്ട്. മറ്റേ നമ്മളെ ജീവക്ക് വെയിൽ കിട്ടലേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ ഒന്ന് അടങ്ങി കിടക്കുന്നുണ്ട്. നല്ല കുറുമ്പുണ്ടായിരുന്നു. നല്ല രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. പപ്പ ചായ അടിച്ചു. ഓക്കെ, അപ്പോൾ 9 മണിയായി. ഇന്നത്തെ സ്പെഷ്യല് ഇഡ്ഡലി, സാമ്പാർ ആൻഡ് ചട്നി. ഓക്കെ, പിന്നെ ചായ ഉണ്ട് കേട്ടോ. ചായ എല്ലാവർക്കുള്ള ചായ ഉണ്ട്. ഞങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഫുഡും എല്ലാം ഉണ്ടാവട്ടെ. അതായത് ഇതിൽ പപ്പ മമ്മ ഹാല അവരൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാല കോളേജിലേക്ക് പോയി. നേരെ 9 മണിയായി കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ. ബേബി കുറച്ച് കരച്ചിലും കാര്യങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത് കുടിക്കാൻ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ജുബിനെ കൊണ്ടുപോകാൻ അവർ വരും, കുളിപ്പിക്കാനും താര ചെയ്യാനും അവൾക്കുള്ള ചികിത്സയൊക്കെ കേട്ടോ. ബേബിനെ അവർ കൊണ്ടുപോകും. ബേബിനെ കുളിപ്പിച്ചവര് രാവിലെ തന്നെ. ഓക്കെ. ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഉറക്കപ്രാന്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ജുബിയുടെ സലാഡും ജ്യൂസും വന്നിട്ടുണ്ട്. നേരെ ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അതായത് ജുബി കുളിച്ച് ഫ്രഷ് ആയി. ജുബി ഒരു 2 മണിക്കൂറോളം അവർ കൊണ്ട് തേച്ച് ഒരച്ച് കുളിപ്പിക്കും. പിന്നെ എന്തൊക്കെയോ ചെയ്യും, എനിക്കറിയില്ല. അവള് ധാരാ കോരാന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കല്? അതായത് ചൂടുവെള്ളത്തിൽ നല്ലോണം കുളിപ്പിക്കും. അത് കഴിഞ്ഞ് ഫേസ് പാക്ക്, പിന്നെ വയറിന്റെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ഫേസ് പാക്ക്, പിന്നെ ഇല്ല ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കും. ആകെ പുഴുങ്ങിയെടുക്കലാണല്ലേ? പിന്നെ എന്നെ സ്റ്റീം ചെയ്യും. അടിയിൽ തീ ഇടാന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റീമിങ്ങിന് എന്തായാലും പപ്പ പറയണ്ടായിരുന്നു, ഓളെ കുക്കറിലിട്ട് പോയിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സലാഡ് കഴിച്ചോ? സലാഡ് കഴിക്കുന്ന മുമ്പ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ കുളിക്കാൻ പോയ സമയത്ത് നഴ്സ് ഒരു സാധനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതല്ല ഇത്
ഇന്നലെ ഷോർട്സിൽ ഞാൻ ഇട്ടിരുന്നു ഇത് കുടിക്കണ എൻ്റെ എക്സ്പ്രഷന് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. പേടിക്കണ്ട, ഇപ്രാവശ്യം പോലും ഒരു സൊല്യൂഷൻ ഉണ്ട്. എൻ്റെ എക്സ്പ്രഷന് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇത് കുടിച്ച് കഴിഞ്ഞ പാട് 2 മുട്ടായി തന്നേക്കണ്. എക്ലെയർ മുട്ടായി നല്ലതാ. കമോൺ കമോൺ, ഇതൊക്കെ ഫുഡ് തന്നെയാണ്, ഇതൊക്കെ ഫുഡിൻ്റെ പാർട്ട് തന്നെയാണ്. കുറേയൊക്കെ ഫുഡിൽ ഇവൾക്ക് എന്താ പറയുക, അപ്പോൾ എന്താ പറയുക, ഒരു സൂപ്പായിട്ടും ഓട്സ് ആയിട്ടൊക്കെ ഇവൾക്ക് കൊടുക്കലുണ്ട്. അതിൽ ചേർത്തിട്ട് കൊടുക്കലാണ്. കാരണം എപ്പോഴും ഇവൾക്ക് ഇങ്ങനെ മരുന്ന് കുടിക്കണ ഒരു ഫീൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ അവർ ചേർത്ത് കൊടുക്കലുണ്ട്. എന്നിട്ട് ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടിപൊളി സലാഡ് ഉണ്ട്, ആൽമണ്ടും ഇതൊക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി സലാഡ് കേട്ടോ. പിന്നെ മാംഗോ ജ്യൂസ്. അതാണ് ഫസ്റ്റ് സലാഡ് കഴിക്കുന്ന മുമ്പ് ഞാനോട് പറഞ്ഞത് എന്താ അറിയോ, ഇത് കഴിച്ചതിന്റെ ടേസ്റ്റ് മൊത്തം അത് കുടിച്ചാൽ പോവല്ലോ. അപ്പൊ അത് കുടിച്ചിട്ട് ഇത് കഴിക്കണ്ടല്ലേ ബെറ്റർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കുടിച്ചോളൂ കുടിച്ചോളൂ. മൂക്ക് പൊത്തിയിട്ട് കുടിച്ചാല് ബെറ്റർ ആണെന്ന് ആരോ കമന്റ് ചെയ്തിന്. മൂക്ക് പൊത്തിയിട്ട് കുടിച്ചാളാ, ശ്വാസം കിട്ടില്ല എന്നല്ല, അപ്പൊ പിന്നെ അതിന്റെ ഒരു സ്മെല്ല് മൂക്ക് കയറില്ല. കുടിച്ചിടൂ. അത് ഞാൻ നല്ല ചിരിച്ചിട്ടാ. ഈ കുടിക്കൂ, നീ കുടിച്ചോ മോളെ. ഇല്ല ഇല്ല, ഇനി ഞാൻ ചിരിക്കൂല, ഇനി ഞാൻ ചിരിക്കൂല. ഇന്നലെ ഞാൻ എന്നെ കളിയാക്കി ചിരിച്ചിട്ട് കുറെ ആൾക്കാരെന്നെ കമന്റിൽ ചീത്ത പറഞ്ഞു. അതാണ് കുറച്ച് ഓണ്ട് തൊള്ളിക്ക് ഒഴിച്ചെടുക്കുക, അപ്പോഴും അവന് മനസ്സിലാവുള്ളൂ അതിന്റെ എഫക്റ്റ് എന്താണ്. അതാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ഇന്ന് കൊടുന്നപ്പോ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. എന്റെ സ്മെല്ല് ചെയ്തപ്പോ തന്നെ എന്റെ പൗതി ജീവൻ പോയി. ചിലര് കമന്റ് ചെയ്തില്ലേ, എത്ര വേണമെങ്കിലും പ്രസവിക്ക, ഇത് കുടിക്കണ്ട ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. മൂക്ക് പറ്റിക്കാളി. വേഗം കുടിക്ക് വേണ്ട, എനിക്ക് ചിലാണ് അതിങ്ങോട്ട് മനസ്സിലേക്ക് വന്ന്. അല്ല പിന്നെ വേറെ ആരും വന്ന് കുടിക്കോ? അയ്യേ, അതാ അപ്പൊ തന്നെ മറ്റേത് തിന്നാൻ പാടില്ല, അതിന്റെ എഫക്റ്റ് പോവും. ആ പോലീസാണല്ലേ. അതാ എന്നാ എനിക്ക് ആ ജ്യൂസിൽ അത് ചേർത്തിട്ട് അത് ജ്യൂസ് കുടിച്ചാ പോരാനാ. ഇന്ന് ഞാൻ ചിരിച്ച ഇന്ന് എല്ലാരും കൂടി കൊല്ലു. എന്താടി സെറ്റല്ലേ, ഒരു ഗ്ലാസ് കൂട്ടി എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. ഇന്നലെ തന്നെ കമന്റിൽ പറഞ്ഞായിരുന്നു, ബാസിയാക്ക അത് കുടിക്കണ നേരത്ത് മുന്നിൽ പോയി ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട, നല്ല പൊട്ട് കിട്ടും ചിലപ്പോ ആ പ്രഷറിൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ റെഡി ആയില്ല, ഇനി സലാഡ് കഴിച്ചോട്ടാ. അപ്പൊ ഇതാണ് ഈ സമയത്തുള്ളത്. ഇനി ഉച്ചക്കുള്ള ഫുഡ് വരും ഒരു 12 മണി, എല്ലാം നേരത്തെ കൊണ്ടു 1 മണിന്റെ ഉള്ളിലായിട്ട് വരും കേട്ടോ. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽസ് എന്ന് അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അവര് മരുന്ന് അതിൽ ചേർക്കുന്നുണ്ട്. അതാണ് അങ്ങനെ. ഒന്നെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ സാധാരണ എനിക്ക് ഓട്സ് അല്ലേ സലാഡ് ഇല്ലെങ്കിൽ തരല്ലേ, അപ്പൊ ഓട്സിൽ ചേർക്കുന്നുണ്ട്. ഒരു നേരം പറഞ്ഞിരുന്നു. കാരണം എപ്പോഴും എനിക്ക് ഇങ്ങനെ മരുന്ന് തന്നാൽ എനിക്കും തന്നെ ഒരു ചടപ്പ് ഫീൽ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ തരുന്നത്. ഇത് പിന്നെ ഇപ്പൊ ഈ കുടിച്ചത് പിന്നെ അങ്ങനെ തന്നെ കുടിക്കണം, അത് അതിൽ ചേർത്തൊന്നും തരാൻ പറ്റില്ല, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഉച്ചക്കത്ത് നോക്കണം. അപ്പൊ കൃത്യം 1 മണി ആയപ്പോത്തിന് അവര് ചോറ്, അതായത് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ലഞ്ച് കേട്ടോ. അതായത് ഹലപ്പ കോളേജ് വിട്ടിട്ട് ഇങ്ങോട്ടാണ് വരിക. അപ്പൊ ഒരു 3 3:30 ഹലക്കുള്ള ഫുഡും കൂടി നമ്മൾ പറയാറുണ്ട്. സോ എനിക്ക് ഹലക്ക് ജുബിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ കറിയൊക്കെ പറയാനറിയും. ചക്കയോ? ചക്ക കൂട്ടാനാ? ചക്ക നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട്. ചക്കയിലും കുരുമുളകോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഓക്കെ, അപ്പൊ വാട്ട്സ് നെക്സ്റ്റ്? ബീട്രൂട്ട് ഉപ്പേരി. ഓക്കെ, പിന്നെ കറി കുറച്ച് കൂടുതലുണ്ട്. ഉണ്ടാവലുണ്ട്. ഇടയ്ക്ക് നമുക്ക് ബിരിയാണി ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അവര് ചോദിക്കും നമ്മളോട് വേണോന്ന്. അപ്പൊ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അത് നമ്മൾ ഷോർട്സിൽ ഇട്ടിരുന്നു അല്ലേ ബിരിയാണി ഉണ്ടാക്കിയപ്പോ. ചെരങ്ങ കറി അല്ലേ? തേങ്ങ അരച്ച ചെരങ്ങ കറി കേട്ടോ. ചോറും പിന്നെ പപ്പടും.
ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഉച്ചയ്ക്ക് ഉണ്ടാവുക. ഓക്കെ. ഇതിൽ മെനുവിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുക വരും, പക്ഷെ നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്ന് പറയലില്ല. അവരുണ്ടാക്കുന്ന എന്തോ അത് തന്നെയാണ് നമ്മൾ കഴിക്കാറുള്ളത്. കാരണം എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അവരോട് എപ്പോഴും പറയും, ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇവിടുത്തെ കുക്കിനെതിരെ കണ്ടിട്ടില്ല, പക്ഷെ ആളെ ഞാൻ എന്തായാലും കണ്ട ഒന്നെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ആളെ വീട്ടിലേക്ക് അവിടെ നിൽക്കാൻ കൊണ്ടുവന്ന് ഇറങ്ങണേ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കേട്ടോ. ഒരു ചേച്ചിയാണെന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല, ആളെതിരെ കണ്ടു. എല്ലാവരും ഹെൽപ്പാക്കലുണ്ട്. പിന്നെ സ്റ്റാഫുകളെ കെയറിങ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാം A to Z നമ്മൾ പറയട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ പാക്കേജ് എത്രയാ, പ്രൈസ് എത്രയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലർ ഇവിടെ വിളിച്ചിട്ട് ഇവർക്ക് സമാധാനമില്ല, എത്രയെന്ന് വെച്ചിട്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ഇവിടുന്ന് നമ്മൾ പോകുന്ന സമയത്ത് പറയും, നമ്മളെ ഫുൾ എക്സ്പീരിയൻസ്, ഇവിടുത്തെ പാക്കേജ് കാര്യങ്ങൾ ഒക്കെ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഹോം ടൂർ ഇവിടെ ചെയ്തു. അപ്പോൾ സമയത്ത് നമ്മൾ റൂംസ് ഒന്നും കാണിച്ചിട്ടില്ലെന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കാണിക്കുക. കാരണം ഇവിടുത്തെ ബാത്റൂമുകളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. 3 ബാത്റൂം ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. AC കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. ഇതിൽ ജുബിക്ക് എന്താണ്, രായോ? ഇതില്ല, ഇത് ഇലയുടെ ഞങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിന് മാത്രം 3 എണ്ണം 1.5 വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കഴിക്കൂട്ടാ. ഓക്കെ. അല്ല, മോള് രായ കഴിച്ചോ കേട്ടാ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഇലയുടെയാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് റിവ്യൂ പറയും. അപ്പൊ രായ ആരെ കഴിക്കുക? എന്നാ വേഗം കഴിക്കാം. മുതലാക്കണല്ലേ സജി. എങ്ങനെയുണ്ട്? അടിപൊളിയാ? എനിക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ ഇതാണ് ഈവനിങ് സ്നാക്സ് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം മാറി മാറി ഉണ്ടാവും. ഇന്നത്തെ ദിവസം ഇതാണ്. ഇന്നലെ നെയ്യപ്പായിരുന്നു, ഇന്ന് അടിപൊളി ഇലയുടെയാണ്. അങ്ങനെ ഓരോ ദിവസം മീന് മാറും. ഓക്കെ. ഇനി രാത്രിത്തും കൂടി ബാക്കിയുള്ളൂ, രാത്രി എന്താണെന്ന് കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. റിക്വസ്റ്റ് ചെയ്ത പ്രകാരം അവർ വീണ്ടും നമുക്ക് ഇലയുടെ തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഇത് രണ്ടും എനിക്ക് ഒറ്റക്കാണ്, ബാക്കി ആർക്കും കൊടുക്കുന്ന പ്രശ്നമില്ല. അലമ്പാക്കില്ല. അതായത് ഇത് ഞാൻ ചോദിച്ചതാണ്, അതിന് ഷെയർ എടുക്കാൻ വന്നേക്ക. എന്തൊരു പാവം വീഡിയോ. ഇല്ല, ഇവിടെയൊക്കെ വീഡിയോ എടുക്കണ്ടിട്ട് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എത്ര ആർത്തി പണ്ടാറങ്ങളെ വിചാരിക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. നോ, അപ്പൊ എനിക്കെന്താ മുട്ട ഞാൻ പറയാനുള്ളേ? അയ്യ, അതിന്റെ ബാധകല്ലല്ലോ. ഈ പോയാലും പോയില്ലെങ്കിൽ എനിക്കെന്താ. ഒരു സെക്കൻഡ്, ഇത് തീരുമാനം ഉണ്ടാക്കട്ടെ. അപ്പൊ ഗൈസ്, രാത്രിക്കത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. എന്താ പറ്റുന്ന രാത്രി? ചിക്കൻ കറി ആൻഡ് ചപ്പാത്തി കേട്ടോ. ചപ്പാത്തിയൊക്കെ നമ്മളെ എല്ലാവർക്കും ഉള്ളത് ചപ്പാത്തി ഉണ്ട്. അതായത് ഇനി പപ്പയും മമ്മി വരാനുണ്ട്, അവർക്കുള്ള ചപ്പാത്തി കൂടി ഉണ്ട്. ഓക്കെ. അതായത് ടോട്ടൽ 4 ബൈസ്റ്റാൻഡേഴ്സിനുള്ള ചപ്പാത്തി ഉണ്ടാവും. ഓക്കെ. എടോ ആദ്യം ചപ്പാത്തി എടുക്കടോ, എന്നിട്ടല്ലേ കറി. ആർത്തി യെസ്. അങ്ങനെ നാത്തൂന് ജുബിക്ക് വാൾമ്പി കൊടുത്തു. എനിക്ക് ഡി കാക്കാനെ മറന്നാ. അപ്പോൾ വേറൊരു വിശേഷമുണ്ട്. ഹാല നാളെ മുതൽ ഡയറ്റിങ്ങിൽ കയറുകയാണ്. സോ നാളെ മുതൽ ഞാനും ജുബി അടിപൊളി ഫുഡായിരിക്കും. ഫുള്ള് ഷവർമ, ഷവായ അല്ലേ. ഇതൊന്നും ഹലക്ക് കഴിക്കാൻ പറ്റൂല. ഇല്ലല്ലോ ഹല, ഈ ഡയറ്റിലല്ലേ? സ്ട്രിക്റ്റ് ഡയറ്റ് അല്ലേ ഹല? ഇവിടെ വയലെന്താ കുടുങ്ങിയ? പണ്ടേ ലിവർ ഭ്രാന്തിയാണ്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? അടിപൊളിയാ? അപ്പോൾ അടിപൊളിയാണ്. ഇത്രയും ഫുഡാണ് നമ്മൾ ഇവിടുന്ന്, അതായത് മോംസ് ഹബ്ബിൽ നിന്ന് കഴിക്കുന്നത് കേട്ടോ. യെസ്. ജുബിക്ക് രാത്രിക്കുള്ള പാല്, രാവിലത്തെ പാല് നമ്മൾ കാണിച്ചിട്ടില്ല അല്ലേ? രാവിലെ പാലില്ലേ? ഹോർലിക്സ്, അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും ഫുഡാണ് ജുബിക്ക് ഒരു ദിവസം കേട്ടോ. ഈ പാലിൽ ഈ സാധനം എന്താ, ഈ ഒരു മെഡിസിന് ചേർക്കും. ഈ ഒരു പൊടി ചേർത്തിട്ട് യെസ്, 2 ടീസ്പൂൺ അത് ചേർത്തിട്ടാണ് നമ്മൾ പാല് കുടിക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ നാളത്തെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വ്ളോഗിൽ എന്താ വേണ്ടി നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്ത് വ്ളോഗാ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഡിസ്കോ ഡാൻസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.